നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഐക്യ ജനതാദളിൽ ഭൂരിഭാഗം MLA മാരും നിതീഷിൻ്റെ തീരുമാനത്തോട് എതിർ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ്. അതായത് നിതീഷ് കുമാർ ഇങ്ങനെ മിനിറ്റ് വെച്ച് മുന്നണി മാറ്റം നടത്തുന്നത് ഐക്യ ജനതാദളിൻ്റെ എല്ലാ രീതിയിലുള്ള മൂല്യങ്ങളെയും നശിപ്പിച്ചു എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുള്ളത്. നിതീഷ് തന്നെയാണ് സുപ്രീം കമാൻഡർ പോലെ ഇരിക്കുന്നതെങ്കിലും നിതീഷിനെതിരെ ചോദ്യങ്ങൾ നിരവധിയായി കഴിഞ്ഞിരിക്കുന്നു. BJP-യും ഐക്യ ജനതാദളും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ നഷ്ടങ്ങൾ മാത്രമേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. റിസൾട്ട് വരുമ്പോൾ ഐക്യ ജനതാദളിന് 5-ൽ താഴെയാണ് ലോക്സഭാ സീറ്റുകളെങ്കിൽ തീർച്ചയായും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. 2025 മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരുപക്ഷെ ഒരു കൊല്ലം മുമ്പ് തന്നെ സർക്കാർ വീണേക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നിലവിൽ നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രിയെങ്കിലും സർക്കാർ ഒരുപക്ഷെ വീണുടയാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുമുണ്ട്. ഐക്യ ജനതാദളിലെ 15ഓളം MLA-മാർ പാർട്ടി വിടാനോ രാജിവെക്കാനോ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് ഒടുവിൽ ആഭ്യന്തര റിപ്പോർട്ടായി ലഭിച്ചിരിക്കുന്നത്. ഇത് നിതീഷ് കുമാറിനെ ചെറുതായി ഒന്നുമല്ല തളർത്തുന്നത്. നിലവിൽ 43 MLA-മാർ ഉണ്ടെങ്കിലും അതിൽ 15 പേരെ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് അത് 28ആയി ചുരുങ്ങും എന്നുള്ളതിൽ സംശയമില്ല. നിലവിൽ RJD-യും കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടിയും ചേർന്നാൽ അവിടെ 100-ൽ കൂടുതൽ സീറ്റുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പുറത്തെ ഭാഗത്തു നിന്നും കുറച്ചധികം MLA-മാരെ 10ഓളം MLA-മാരെ വാങ്ങിയാൽ തീർച്ചയായും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ നിതീഷ് കുമാറിന് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളതിൽ സംശയമില്ല. BJP നേതൃത്വവും ഇപ്പോൾ പരുങ്ങലിൽ തന്നെയാണ്. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റിൽ എത്ര എണ്ണമായിരിക്കും NDA-ക്ക് കിട്ടുക എന്നുള്ളതിൽ അവർക്ക് സംശയം നല്ല പോലെയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിഗതികളല്ല ഇപ്പോൾ. കൂടിപ്പോയാൽ 10, ഏറിപ്പോയാൽ 15 എന്ന കണക്കിലേക്കാണ് NDA സഖ്യം വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ദേശീയ തലത്തിൽ കേവല ഭൂരിപക്ഷം BJP-ക്ക് കിട്ടുക എന്നതിലും സംശയമുണ്ട്. BJP ബീഹാറിൽ മത്സരിക്കുന്ന 17 ലോക്സഭാ സീറ്റുകളിലാണ്. 16 ലോക്സഭാ സീറ്റുകളിലാണ് ഐക്യ ജനതാദൾ മത്സരിക്കുന്നത്. 5 ലോക്സഭാ സീറ്റുകൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ LJP-ക്കും ഉണ്ട്. നമുക്കറിയാം, LJP-യിൽ പോലും പിളർപ്പ് അതിരൂക്ഷമാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 6 സീറ്റുകളിൽ മത്സരിച്ച LJP-ക്ക് 6 എണ്ണവും നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇക്കുറി അവിടെ 2 എണ്ണമെങ്കിലും നേടിയെടുത്താൽ മഹാത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. വോട്ട് ഷെയറിലും ഗണ്യമായ കുറവുണ്ടാകും എന്നവർക്കറിയാം. RJD അടിച്ചു കയറുകയാണ്. സമാനതകളില്ലാത്ത മുന്നേറ്റം RJD നേതൃത്വം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും RJDക്ക് ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്കുറി നിരവധിയായ സീറ്റുകൾ അവർ അനായാസമായി ജയിക്കുമെന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, സരണിൽ നടന്ന പ്രക്ഷോഭം, അവിടെ ഉണ്ടായ മരണങ്ങൾ, രോഹിണി ആചാര്യ എന്ന RJD നേതാവും ലാലു പ്രസാദിൻ്റെ മകൾ കൂടി ആയിട്ടുള്ള വ്യക്തി കൊമ്പ് കോർത്തത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് പ്രതാപ് റൂഡിക്കെതിരെയാണ്. രാജീവ് പ്രതാപിന് വലിയ നഷ്ടം സരണിലുണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സരൺ പണ്ട് RJD-യുടെ കുത്തക മണ്ഡലമായിരുന്നു. ലാലു പ്രസാദ് യാദവ് നിരവധി തവണ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇക്കുറി എല്ലാ മേഖലകളിലും RJD കോൺഗ്രസ് കോംബോ വിജയരഥം ഏറും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.